പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ അവസാനത്തേതും 5-ാമത്തേതുമായ വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 1 വേഴ്സ് 8 നാം ഇങ്ങനെ വായിക്കുന്നു: നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിൽ പുരോഹിതന്മാരിൽ ഒരുവനായ ഹിൽക്കിയാവിന്റെ മകനാണ് യിരെമ്യാവ്. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യിരെമ്യാവിനെ അറിയപ്പെടുന്നു. യിരെമ്യാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വേദപുസ്തകത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത വലിയ ദൈവിക പദ്ധതിയോട് ഭൂമിയിലേക്ക് ജാതം ചെയ്ത വ്യക്തിയാണെന്ന് ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം അറിയുകയും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കുകയും ജാതികളുടെ പ്രവാചകനായി നിയമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ യിരെമ്യാവ് ഈ ഭൂമിയിലോട്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുൻപേ ഒരു നിയോഗം ലഭിക്കുകയും ആ അപ്പോയിന്റ്മെന്റ് ഓർഡറോട് കൂടിയാണ് ഭൂമിയിലോട്ട് ജാതം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഈ നിലയിൽ ആക്കിയിരിക്കുന്നു. ആ സമയത്ത് യിരെമ്യാവ് പറയാണ്, അയ്യോ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയുകയില്ല. ദൈവം പറയുകയാണ്, നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നിടത്തൊക്കെ നീ പോവുകയും പറയുന്നതൊക്കെയും നീ സംസാരിക്കുകയും വേണം. അത് അവൻ വളരെ വേദനയോടാണ് കേട്ടത്. എനിക്ക് പറ്റുകയില്ല. അതിന്റെ മറുപടിയാണ് 8-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. നീ അങ്ങനെ പറയുവാൻ പാടില്ല, നീ ആരെയും ഭയപ്പെടരുത് എന്ന് പറയുമ്പോൾ, ഞാൻ ആരുടെ അടുക്കിലേക്ക് നിന്നെ അയക്കുന്നുവോ, എന്ത് അവരോട് പറയണമെന്ന് ഞാൻ നിന്നോട് പറയുന്നുവോ അത് പറയുവാൻ നീ അവരെ ഭയപ്പെടരുത്. അതിന്റെ കാരണമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ മിത്രമേ, ദൈവമക്കളെ, തമ്പുരാൻ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നാം എന്തിനെയാണ്, ആരെയാണ് ഭയപ്പെടേണ്ടത്? നമ്മുടെ കൂടെ നിന്നവർ നമ്മളെ ചതിച്ചാലും തള്ളിക്കളഞ്ഞാലും ഒറ്റിയാലും ഒറ്റപ്പെടുത്തിയാലും എന്തെല്ലാം നേരിട്ടാലും പ്രിയമുള്ളവരെ, നമുക്കൊന്നും സംഭവിക്കുകയില്ല. കാരണം യിരെമ്യാവിനോട് കൂടെ ഇരുന്ന ദൈവം ഈ പകൽ എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലുമുണ്ട്. യിരെമ്യാവ് തന്റെ പ്രായത്തിന്റെ കുറവും
തന്റെ പോരായ്മകളെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പറയുകയാണ്, നീ ഭയപ്പെടരുത്, ഞാനാ നിന്റെ കൂടെയുള്ളത്. നീ എവിടെ പോകണം, ആരെ കാണണം, എന്ത് പറയണം, അത് ഞാൻ നിന്നോട് പറയും. നീ അതങ്ങ് ചെയ്താ മതി, ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, യിരെമ്യാവിനെ പോലെ നമ്മളും ലോകപരമായി ഒത്തിരി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ ആൾ, ഇന്ന വ്യക്തി, ഇന്ന കുടുംബം സാമ്പത്തികമായി ശക്തരാണ്, അതുപോലെ രാഷ്ട്രീയപരമായി സ്വാധീനമുള്ളവരാണ്, സാമൂഹ്യമായി സമുന്നത പദവിയിലുള്ളവരാണ്, അവർക്ക് ആൾബലവും സാമ്പത്തിക ബലവും പിൻബലവും ധാരാളമുണ്ട്. അവരോട് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അവരോട് ഞാൻ എങ്ങനെ സമീപിക്കും? പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോക ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ വന്നിരിക്കുന്ന മൂല്യച്യുതിയുടെ പ്രധാന കാരണം ഇതാണ്. ഒന്നാമത്, ദൈവിക അരുളപ്പാട് ലഭിച്ച സഭാ നേതൃത്വം ഇന്ന് എല്ലാ സഭകളിലും വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഏത് സഭയിലാണ് അങ്ങനെയുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ സഭയിൽ അടിയുണ്ടാകുമോ? കേസ് വരുമോ? കുലപാതകം നടക്കുമോ? വഴക്കുണ്ടാകുമോ? മോഷണമുണ്ടാകുമോ? സ്ഥാനത്തിന് വേണ്ടിയുള്ള വഴക്കുകളും സംഘം ചേർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മനുഷ്യന്റെ ഇഷ്ടത്താൽ, മനുഷ്യന്റെ മാത്രം സ്വാർത്ഥത കൊണ്ട്, ഒരു ദൈവവിളിയുമില്ലാതെ സഭകളുടെ സ്ഥാനങ്ങളിൽ എത്തിയിട്ട് ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു ദൈവീകവും ആത്മീകവുമില്ല. അതുകൊണ്ട് സഭകൾ നശിക്കുന്നു, സഭയ്ക്കിന്ന് വളർച്ചയില്ല. നോക്കിക്കാട്ടെ, സഭയിലെ ജനങ്ങൾ അടുത്ത തലമുറ വന്ന് ചേർന്നാൽ ചേർന്നു. കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോയി അങ്ങനെ അങ്ങ് പോകുന്നവർ ഇങ്ങോട്ടില്ല. പോകുന്നവരിൽ ഒരു 30% അടുത്ത തലമുറ ദൈവവുമായിട്ടും സഭയുമായിട്ടും ഒരു ബന്ധവുമില്ല. അനേകർ ദൈവമില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ജീവിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യിരെമ്യാവിനെ പോലെ ദൈവിക നിയോഗമുള്ളവർ സഭയുടെ നേതൃസ്ഥാനങ്ങളിൽ, സുവിശേഷ വേലകളിൽ ശക്തമായി മുഖം നോക്കാതെ, ഭയപ്പെടാതെ, ദൈവിക ആലോചന കൊടുക്കേണ്ട സമയത്ത് ശക്തമായി കൊടുക്കാനില്ല എങ്കിൽ ഇന്നത്തെ സഭയുടെ അവസ്ഥയിലേക്ക് പുറന്തള്ളപ്പെടും. അല്ല, യിരെമ്യാവിനെ പോലെ ദൈവകൃപയോടെ മുഖം നോക്കാതെ, ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ ഏൽപ്പിച്ചത് പറയും, പറഞ്ഞേ മതിയാവൂ എന്നുള്ളവരുണ്ടെങ്കിൽ സഭ ശക്തമാകും. പക്ഷേ അനേകരുടെ അപ്രീതിക്ക് കാരണമാകും. ഒരു സഭയിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഇരിക്കുകയില്ല, ഇരുത്തുകയുമില്ല. ഇന്നിന്റെ പ്രശ്നം എവിടെയാ? എല്ലാവരെയും പ്രീതിപ്പെടുത്തി. അച്ചായനും പറഞ്ഞത് ശരിയാ, അമ്മാമ്മയും പറഞ്ഞത് ശരിയാ, കമ്മിറ്റിയും പറഞ്ഞത് ശരിയാ, പാസ്റ്ററും പറഞ്ഞത് ശരിയാ, വഴിയേ പോയവര് പറഞ്ഞത് ശരിയാ, കമ്മിറ്റിക്കാര് പറഞ്ഞത് ശരിയാ, എല്ലാത്തിനും ആമീൻ പറയുന്ന, എന്തിനും കുടപിടിക്കുന്ന സഭാ നേതൃത്വങ്ങൾ ഇന്ന് ആത്മീയത്തെ പാപ്പരത്വത്തിലേക്ക് താഴ്ത്തിയിട്ടു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യിരെമ്യാ പ്രവാചകനെ പോലുള്ള ദൈവദാസന്മാരുടെ കുറവുകൾ നാം തിരിച്ചറിയുന്നത്. ദയവായി നിങ്ങൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളിലെ കൺവെൻഷൻ പ്രസംഗങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ, ആരാധനകൾ എന്നിവയിലെ പ്രസംഗങ്ങൾ വിലയിരുത്തുക. സന്തോഷിപ്പിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, മേൽക്കുമേൽ അഭിവൃദ്ധി വരുന്നത്, കെട്ടുപൊട്ടിക്കുന്നത്, ബന്ധനമഴിക്കുന്നത് വിടുതലിൻ്റെതല്ലാതെ
മാനസാന്തരത്തിന്റെ, ന്യായവിധിയുടെ, മടങ്ങിവരവിന്റെ, ശരിയാകേണ്ടതിന്റെ, വീണ്ടും ജനനത്തിന്റെ എത്ര പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? അത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ പ്രസംഗിക്കുന്നവരെ ഒരു ചാൻസിൽ കൂടുതൽ അടുപ്പിക്കുകയുമില്ല. ദൈവം യിരെമ്യാവോട് പറയുകയാണ്, നീ ബാലനെന്ന് നീ പറയരുത്, നീ അവരെ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണോ? അതിന് സഭാശുശ്രൂഷ വേണമെന്നൊന്നുമില്ല. പാസ്റ്ററും സെൻട്രൽ പാസ്റ്ററും അച്ഛനും ബിഷപ്പും തിരുമേനിയും ആകണമെന്നില്ല. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുക. ആരാ കൂടെയുള്ളത്? സ്വർഗത്തിലെ ദൈവമാണ്. നാം ഇപ്പോൾ പ്രീതിപ്പെടുത്തുന്ന എല്ലാവരും കൊഴിഞ്ഞു വീഴും. അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ല എങ്കിൽ നാം ജയ് വിളിച്ചവരും കൊടിപിടിച്ചവരും നാം സന്തോഷിപ്പിച്ചവരും ഒക്കെ മണ്ണിനടിയിൽ അളിഞ്ഞു ചേരും. എന്നാൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടും നിങ്ങളോടും എപ്പോഴും ഉണ്ടായിരിക്കും. ആ വലിയൊരു ഉറപ്പോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും ഭാരത്തിന്റെയും മധ്യേ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യിരെമ്യാവിനോട് കൂടെയിരുന്ന ദൈവം നമ്മോട് ഓരോരുത്തരോടും കൂടെയുണ്ട്. നമ്മുടെ കുടുംബത്തോടെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട്. ആ വലിയ ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവകരങ്ങൾ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യിരെമ്യാവിനോട് നീ ആരെയും ഭയപ്പെടരുത്, ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ നീ നിറപടിയായി ചെയ്യണം, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം ഞങ്ങളോടും കൂടെയുള്ളതിനായി സ്തോത്രം. വേദനയേറിയ പ്രതികൂലമേറിയ ജീവിതയാത്രയിൽ അനുകൂലകനായി ഞങ്ങളോട് അവിടുന്ന് കൂടെയുള്ളതിനായി സ്തോത്രം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒന്നുകൂടെ ഉറപ്പാക്കി യിരെമ്യാവിന് ലഭിക്കപ്പെട്ട ദൈവിക വാഗ്ദത്തം ഞങ്ങളും പ്രാപിച്ചെടുത്ത് ശക്തരായി അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദൈവിക ആലോചനകൾ മറച്ചുവെക്കാതെ, കുറച്ചു കാണിക്കാതെ, മനുഷ്യനെ പ്രീതിപ്പെടുത്താതെ ദൈവത്തിന്റെ മുഖം നോക്കി, ദൈവം എന്നെ അയച്ചിരിക്കുന്നു, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഭയം കൂടാതെ പറയുവാൻ ഇടയാവട്ടെ. ഓർക്കുക, കർത്താവ് കൂടെയുണ്ട്. ആ ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നിങ്ങളുടെ യാത്രകളെ ദൈവം സഫലമാക്കട്ടെ. നിങ്ങളുടെ നിയമകാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, പഠനകാര്യങ്ങൾ, പരീക്ഷ കാര്യങ്ങൾ, സകലതിലും യിരെമ്യാവിനോട് കൂടെയിരുന്ന ദൈവം നമ്മോടും കൂടെയുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹപ്രദമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.